മഹേഷ് ശർമ്മ ആദ്യം എൻ്റെ അടുത്ത് ഒരു വർഷത്തിന് മുമ്പ് പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു കഥയുണ്ട്, മെയിൻ റോളാണെന്നാണ്. ഞാൻ എടുത്തതായി പറഞ്ഞു, അതിനകത്തൊരു റിസ്ക് എലിമെൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറല്ലെന്ന്. അയ്യോ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാനല്ല, ചേട്ടൻ അഭിനയിക്കാനാണ്. ചേട്ടൻ ഇത് ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഇത് സ്ക്രിപ്റ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞു വേറെ ആരും ഇല്ല. അല്ലല്ല, അത് ചേട്ടൻ തന്നെ ചെയ്യണമെന്ന്. പക്ഷേ അങ്ങനെ എന്നെ തന്നെ ആഗ്രഹിച്ച് വരുന്നൊരു ഡയറക്ടറല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കഥയൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ നവംബറിൽ ഒരു വർഷത്തിന് മുമ്പാണ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കഥ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം പുള്ളി പറഞ്ഞു എനിക്കൊരു 3 മാസം സമയം തരണം, ഞാൻ എൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്ന് വായിക്കാമെന്ന് പറഞ്ഞു. കറക്റ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് റെഡിയായെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ മഹേഷ് ശർമ്മ എന്നുള്ളത് ഇതിനു മുമ്പ് പലരുടെയും അമൽ നീരജ് അങ്ങനെ കുറേ പേരുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് സിനിമയുടെ ഒരു മീഡിയയും അതിൻ്റെ ഒരു ടെക്നോളജിയൊക്കെ പുള്ളിക്ക് അറിയാം. സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അവർ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഈ ജയന്തൻ നമ്പൂതിരി ഒരു ഈസി ക്യാരക്ടറല്ല, വളരെ ബുദ്ധിമുട്ടി സ്ട്രെയിൻ എടുത്ത് തന്നെ ചെയ്യേണ്ടതാണെന്ന് മനസ്സിൽ. അങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. പടം ഷൂട്ട് ചെയ്ത സമയത്തും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പല സ്ഥലത്തും. പക്ഷേ ഇത്രയും സിനിമയെ അഭിനയിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ക്യാമറ ഇത് ശരിയാവും എന്നൊരു ഫിയർ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മളൊരു അഭിനയിച്ച് ശരിയായില്ലെങ്കിൽ അത് ശരിയായില്ല ചേട്ടാ, അത് ചേട്ടൻ ഓക്കെയാണ് അഭിനയിച്ച, പക്ഷേ മനസ്സ് അതിനകത്ത് വന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ശരിയാണ്, കറക്റ്റാണ്. അങ്ങനെ എന്നെ വളരെ കറക്റ്റ് ചെയ്ത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആ ക്യാരക്ടർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഓഫ് കോഴ്സ് അതിൻ്റെ ഡയറക്ടറിന് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്പൂതിരി തന്നെയാണ്. കാരണം ഇയാൾ കല്യാണം കഴിക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹമുള്ളത് അമ്മയ്ക്കാണ്. 41 വയസ്സായിട്ട് ഞാൻ ഇങ്ങനെ രാവിലെ അടുക്കള ജോലികളെല്ലാം കഴിഞ്ഞാണ് ഓരോന്നിനും പോകുന്നതും എല്ലാം ഉണ്ടെങ്കിൽ അമ്മയെ നിർബന്ധിക്കണം. അപ്പോൾ അനാഥാലയത്തിൽ നിന്ന് വേറൊരു ജാതിയിലുള്ളൊരു കുട്ടിയാണ്. അതിനെ കൊണ്ടുവരുമ്പോൾ 2 കൈ നീട്ടി അമ്മയും അവരെ ബന്ധുക്കളും നമ്പൂതിരി സമുദായമൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പഴയ കാലത്തെ കഥയാണ്, പടിയടച്ച് പിണ്ടം വയ്ക്കുക, അതൊക്കെ പോയി കേട്ടോ. ഈ സിനിമയിൽ ഞാൻ എൻ്റെ കൂടെ നന്ദു ഉണ്ടായിരുന്നു, ജയനുണ്ടായിരുന്നു, സുരേഷ് ഉണ്ടായിരുന്നു, ടിനീറ്റ്, ഞങ്ങളെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അവിടെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ കാരവനിലേക്ക് കയറിപ്പോകുന്ന ആക്ടേഴ്സ് ആരുമില്ലായിരുന്നു. ഞങ്ങളുടെയൊക്കെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വന്നാൽ ഞങ്ങൾ അതിനകത്തുണ്ടാവും. ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനല്ല മോഹൻലാൽ, ഞങ്ങളുടെ ആ ജനറേഷനിലുള്ള ആക്ടേഴ്സൊക്കെ 6 മണിക്ക് കുളിച്ച് റെഡിയായിരിക്കും. കാര്യം വർക്കിനെ ഒരു ദൈവം പോലെ കണ്ട് ആരാധിക്കുക ഞങ്ങൾ. ഇപ്പോഴത്തെ തലമുറയിലെ പല ആൾക്കാരും 7 മണിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 11 മണിക്ക് വരത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇത് വളരെ ദൈവാധീനമായിട്ട് കരുതണം. ഇത് കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്, അതിനകത്ത് 3.5 കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നത്. അതിനകത്ത് എത്ര പേർക്ക് മോഹൻലാലാകാൻ പറ്റും, അല്ലെങ്കിൽ മമ്മൂട്ടിയാകാൻ പറ്റും. അപ്പോൾ ഇതൊരു ഭാഗ്യമാണ് കലാകാരനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് നമ്മൾ എത്തപ്പെടുമ്പോൾ അതിന് ഒരുപാട് നമ്മൾ ഒരുപാട് ജീവിത കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യും വേണം. അതിന് വളരെ ഡിവോട്ടായിട്ട് കരുതാം. ദൈവം തന്ന ഒരു വരദാനം പോലെ ഇതിനെ നന്നായിട്ട് കൊണ്ടുപോകണം. ഇത് കയ്യിൽ വെച്ച് അഹങ്കരിക്കുകയും മോശമായ രീതിയിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്നവർക്കാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. അല്ല, അന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും എപ്പോഴും നല്ലൊരു സിനിമ ഉണ്ടാകുന്നത് ഒരാൾ ഒറ്റയ്ക്ക് മുറി കുറ്റിയിട്ട് എഴുതി കൊണ്ടുവരുമ്പോഴല്ല ഉണ്ടാകുന്നത്. ചർച്ചകളിലൂടെയും പലരുടെ അഭിപ്രായങ്ങൾ കേട്ട് സ്വരൂപിച്ച് വരുമ്പോഴാണ് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത്. പണ്ട് ജോഷി സാർ എന്നൊരു ഡയറക്ടർ ജോഷി സാർ എന്നെ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. സത്യസന്ധമായ കാര്യമാണ്. നല്ല സിനിമ ഉണ്ടാക്കുകയല്ല, നല്ല സിനിമകൾ ഉണ്ടാവുകയാണെന്ന് പറയും. ഒരുപാട് കോമ്പിനേഷൻസ് ഒത്തു വരുമ്പോഴാണ് ഒരു നല്ല പടം വരുന്നത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിനയിച്ച പടമല്ല, പ്രിയദർശൻ്റെ കിലുക്ക എന്നുള്ള സിനിമ ഇപ്പം ഒരു 10-30 പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീട്ടിൽ ഷൂട്ടിങ്ങിന് മുമ്പ് ഈ പടമാണെങ്കിൽ വിത്ത് യൂണിറ്റുകാരെല്ലാവരും ഒന്നാ ടി വി നോക്കും. കാര്യം എനിക്കിന്ന് ഞാനത് ഒരു അഭിനയ വിദ്യാർത്ഥി എന്നുള്ളതിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് മോഹൻലാലും ജഗത് ശിവകുമാറുള്ള സീൻസ് നമ്മളൊന്ന് എടുത്ത് ഒരു അഭിനയിക്കാൻ വരുന്ന ഒരാൾ അതാണ് കണ്ടുപഠിക്കേണ്ടത്. അല്ല ഫിലിമിൻ ഷൂട്ടിൽ പോയി 2 കൊല്ലം കളയല്ലാണ്ടത്. ഞാൻ ഷൂട്ടിൽ പഠിച്ച ആളാണ്, അതുകൊണ്ട് പറയാൻ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെ ഒരു അഭിനയത്തിൻ്റെ കെമിസ്ട്രി ഉണ്ട് ആ സിനിമയിൽ. മോഹൻലാൽ കട്ടയ്ക്ക് വയ്ക്കുമ്പോൾ അതിനകത്ത് ജഗത് ശിവകുമാർ ഇവർ തമ്മിലൊരു അഭിനയത്തിൻ്റെ മത്സരമുണ്ട്. അത് എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് ബോറടിക്കത്തില്ല ആ കെമിസ്ട്രി. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോഴും എം ടി രാജൻ ചേട്ടൻ്റെ വീടെന്ന് വെച്ചാൽ അന്ന് എല്ലാവർക്കും അവിടെ കയറിച്ചില്ല, ആർക്ക് വേണം അവിടെ കയറി കാപ്പ് കുടിക്കുക എല്ലാം ചെയ്യാം. എല്ലാവർക്കും വരാവുന്നൊരു ആൽവർഷം പോലെയായിരുന്നു ആ വീട്. രാജൻ ചേട്ടൻ്റെ അമ്മയും അങ്ങനെയാണ്. ആര് വന്നാലും അതിഥികൾക്ക് അതിഥി ദേവോ ഭവ എന്നുള്ള അമ്മയുടെ സംഭവം. ഒരിക്കൽ ഞാൻ ശാസ്താംകോല അമ്പലത്തിലിങ്ങനെ തൊഴുകൊണ്ടിരുമ്പം എം ജി രാജേന്ദ്രൻ്റെ ശ്രീകുട്ടൻ്റെ അമ്മ, ഞാൻ ഇവിടെ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കൾക്ക് ആയുസ് കൊടുക്കണമെന്നല്ല, നീ കേൾക്കുന്നില്ലേ യേശുദാസിൻ്റെ പാട്ട്, ദൈവങ്ങൾ പോലും ഇത് കേട്ടല്ലേ ഉണരുന്നതും ഉറങ്ങുന്നതെല്ലാം, അവൻ ആയുസ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനത്തെ ഒരു അമ്മയാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളെല്ലാം പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഈ അമ്മയുടെ മനസ്സുപോലെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരുമായിട്ടും സാഹോദര്യത്തിൽ പോകാനും ഒക്കെ തോന്നിയിട്ടുണ്ട്. അത് പല പ്രൊഡ്യൂസേഴ്സും പരാതി പറയുന്നുണ്ട്. അവരെ വെച്ചൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പടം എടുത്തിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു 3 ദിവസം മാറ്റി വയ്ക്കണം. പടം റിലീസ് ഇത്രാം തീയതി, ആ 3 ദിവസം നിങ്ങളൊന്ന് ചാനലിലൊക്കെ വരണം,
കാര്യം ഇപ്പം പേപ്പറിൽ പബ്ലിസിറ്റി ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്, അസോസിയേഷൻ്റെയൊക്കെ റൂൾസ് വരും. നമുക്ക് പിന്നെ ഉള്ളത് ഈ പ്രിൻ്റ് മീഡിയയെക്കാളും വിഷ്വൽ മീഡിയസിലൂടെയാണ് നമുക്ക് ഓരോ ചാനലിൽ വന്നിരുന്ന ഈ പടത്തിനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാൻ പറ്റും. അതിനുപോലും വരാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, അത് പ്രൊഡ്യൂസേഴ്സിന് പലർക്കും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, വരാതിരിക്കുന്നുണ്ട്. അത് സത്യമാണ്. ഈ സിനിമയിലല്ല, ഞാൻ അഭിനയിക്കുന്ന ഏത് സിഡിക്ക് ഗോൾഡ് ഏത് സിനിമയ്ക്കാലും ശരി, ഞാൻ 2 സീനുള്ള ഇതാണെങ്കിൽ പോലും ഞാൻ പ്രൊമോഷന് വരും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്പൂതിരിയോ അറ്റ് 40th പടത്തിൻ്റെ പ്രൊമോഷനുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഇതിനകത്തുനിന്ന് 5 മിനിറ്റ് ഞാൻ മങ്കി പെൻ എന്നുള്ള പടത്തിന് വേണ്ടി സംസാരിച്ചില്ലേ, നല്ല പടം കാണാൻ. അതെൻ്റെ, ഞാൻ സിനിമയെ സ്നേഹിക്കുകയും എന്താ പറയുക, സിനിമയാണ് എൻ്റെ എല്ലാം. കാര്യം ഈ എന്താ പറയുക, ഒരു ജന്മത്തിൽ 38 വർഷമായിട്ട് മലയാള സിനിമ അഭിനയിക്കുന്നുണ്ട്. ഇനി എത്ര കാലം ഉണ്ടെന്നല്ലോ, വേറൊരു ജോലിക്കോ വേറൊന്നും, ഈ സിനിമ തന്നെയാണ് എൻ്റെ അന്ത്യം വരെ ഉള്ള സംഭവം. അപ്പം അതിൻ്റെ നന്മയ്ക്ക് എൻ്റെ പടത്തിനല്ല വേറെ പടത്തിന്, ഞാൻ അഭിനയിക്കാത്ത പടത്തിന് ഞാൻ പോയിരുന്നും പറയുന്നു. ഇനി വേറെ സംഭവം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ. അത് വരുമ്പോഴത്തേക്കും ആ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഞാൻ ചാനലിൽ വന്നിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഓപ്പോസിഷനാണ് അന്ന് സെല്ലുലോയിഡ് എന്നുള്ള പടം. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ സെല്ലുലോയിഡ് എന്നുള്ള നല്ല സിനിമയെക്കുറിച്ചും പൃഥ്വിരാജിൻ്റെ അഭിനയത്തിനെ കുറിച്ചുമാണ്. കമൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചാൻസ് അന്വേഷിച്ച് 75 മദ്രാസിൽ ഒന്നിച്ച് ലോഡ്ജിൽ താമസിച്ച ആളായിരുന്നു കമൽ. ഒരു സിനിമയിൽ എന്നെ പ്രൊമോട്ട് ചെയ്യുക, നല്ല റോള് തരിക ഒന്നും ഉണ്ടായിട്ടില്ല. ആ പടം പാവം രാജാവിൻ്റെ പടത്തിൽ അഭിനയിച്ചുള്ളൂ. കാണുമ്പോൾ ഉള്ള ചിരിയും ഭർത്താനേക്കെ ഉള്ളൂ, പടത്തിൽ വിളിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പടത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കാരണം ഞാൻ കണ്ടതാണ് സെല്ലുലോയിഡ്, അത്ര നല്ല സിനിമയാണ്. അപ്പോൾ എൻ്റെ പടം വരുമ്പോൾ സെല്ലുലോയിഡ് മോശമാണ്, ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയുക, കള്ള പ്രൊമോഷൻ എന്നെ കിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞു. പിന്നെ മോശമായൊരു പടത്തിനെ കുറിച്ച് ഓപ്പണായിട്ട് പറയത്തില്ല. കാര്യം നമ്മളായിട്ട് വായുന്നൊരു വാക്ക് കൊണ്ട് 10 പേര് കാണാനുള്ളത് 5 പേര് കാണാതെ വന്നാൽ അത് ആ പ്രൊഡ്യൂസർ ചെയ്യുന്ന ദ്രോഹമാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഒരു സിനിമ എടുക്കുമ്പോൾ 100-150 പേർക്ക് 10-60 ദിവസം വയറ് നിറച്ച് ഭക്ഷണവും കൈ നിറച്ച് കാശും കൊടുത്താണ് ഒരു പ്രൊഡ്യൂസർ ഇടുന്നത്. ഒരുപക്ഷെ മോശം പടമായിരിക്കാം, അറ്റ്ലീസ്റ്റ് ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുകയും പൈസയും കൊടുത്ത് ആ പ്രൊഡ്യൂസറിന് അതിൻ്റെ മുതൽ തിരിച്ച് ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാനുൾപ്പെടെ പലർക്കും അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത് സോഷ്യൽ നെറ്റ്വർക്കുകൾ പടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, തുലയ്ക്കുന്നുണ്ട്. അതായത് പണ്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ പടം കണ്ട് ഇറങ്ങി വന്ന് വന്ന് ക്യൂ നിൽക്കുന്നവർക്ക് പറയും തല്ലിപ്പിളി പോലെ കാണില്ലേ, കളഞ്ഞിട്ട് പോകുന്ന പറയും, അല്ലെങ്കിൽ നല്ല പടം എന്ന് പറയും. ഇന്നങ്ങനെയല്ല, പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നൂറ്റുകണക്കിന് മൊബൈലിൽ മെസ്സേജ് വരികയാണ്, ഫസ്റ്റ് ഹാഫ് കണ്ടു കേട്ടോ, സഹിക്കാൻ പോയ കത്തിയാണ് കേട്ടോ, സൂപ്പർ കത്തി, ഇന്നാരും മോശമാണ്, ഇന്നാരും നന്നായിട്ടുണ്ട്, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കൊള്ളാം, ഇത് ആൾക്കാർ കൂവിക്കൊണ്ട് ഇറങ്ങിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ ഒരു പടത്തിൻ്റെ ജാതകം തീരെയാണ്. അതായത് നമ്മൾ എത്ര പടം എടുത്താലും എത്ര മീഡിയാസിൽ പബ്ലിസിറ്റി ചെയ്താലും മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ ഷോ, ഫസ്റ്റ് ഷോ, മോർണിംഗ് ഷോ അല്ലെങ്കിൽ നൂൺ ഷോ, ആ ഷോ കണ്ടിട്ട് വരുന്ന റിപ്പോർട്ടാണ് ഒരു പടത്തിൻ്റെ നിലനിൽപ്പ്. ശരിക്കും പറഞ്ഞാൽ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഒരു പടത്തിൻ്റെ സക്സസ് ഉണ്ടാകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഇന്നിപ്പം പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കൾ ചോദിച്ചു ഇന്ന് പടം ഇറങ്ങിയിട്ടുള്ളൂ എങ്ങനെയുണ്ടെന്ന് 1 മിനിറ്റ്, എന്നിട്ട് അവർ നെറ്റിൽ പോകണം. ഒരുപാട് പേര് ഇരിക്കുന്നത് പടം പോരാന്നാണ് കേട്ടോ, മിന്നാർ വളരെ മോശമാണ്, പടം മോശമാണ്, മറ്റേ പടം കൊള്ളാമെന്നാണ് പറയുന്നത്, ഇൻ്റർവ്യൂവിൽ കൊള്ളാം, ക്ലൈമാക്സ് നന്നായിരിക്കുന്നത്. അപ്പോൾ തന്നെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. നമ്മളിനി പേപ്പറിൽ ഫുൾ പേജ് പരസ്യം ചെയ്താലും മീഡിയാസിലൊക്കെ പബ്ലിസിറ്റി എടുത്താലും അന്നത്തെ ആ റിപ്പോർട്ടാണ് ഒരു പടത്തിൻ്റെ ഐസ് നിശ്ചയിക്കുന്നത്. അല്ല, അത് പറയാൻ പറ്റില്ല, ഈ പബ്ലിസിറ്റി കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ അതാണ് പറയുക, എന്ത് പബ്ലിസിറ്റി ചെയ്താലും ശരി തന്നെ ഈ നമുക്ക് സക്സസിൻ്റെ ഫോർമുല ആർക്കും അറിയില്ല. ഇപ്പോൾ സക്സസിൻ്റെ ഫോർമുല നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു, മമ്മൂട്ടിയും മോഹൻലാലും ദിലീപിനും ഇട്ടാൽ മതി, പടം ഓടുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ കുടുംബ സ്വത്തുമായിട്ട് ഇവരെ വെച്ച് പോട്ടെ. പക്ഷേ ഓടുന്ന എന്താണ് ഗ്യാരണ്ടി? ഒന്നും പറയാൻ പറ്റില്ല. അത് മനസ്സ് മനസ്സിലാക്കുന്ന ഒരു യന്ത്രം ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കും.